വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓട്സ് ഉപയോഗിച്ചിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടാലോ. ഇതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഓട്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് നല്ല പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. തരികളൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ഓട്സിൻ്റെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത്. കാരണം വെള്ളം ഓവറായി പോകാൻ പാടില്ല. അപ്പോൾ കുറേശ്ശെ ചേർത്തിട്ടാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത്. ഈ ബാറ്റർ ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ദോശ ഒഴിക്കാം കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അതിൽ വെള്ളമൊക്കെ വറ്റിയിട്ട് പിന്നെ നമ്മൾ ദോശ ഒഴിക്കുന്ന ടൈമിൽ പിന്നെയും വെള്ളം ആഡ് ചെയ്യേണ്ടി വരും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഏകദേശം ഒരു അര കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ടാവും കേട്ടോ ഇതിലേക്ക്. ഇപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ചെറിയൊരു തിക്നെസ്സിലാണ് കേട്ടോ ഉള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വലിയ ഉള്ളി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും അതേപോലെ തന്നെ ഒരു തക്കാളിയുടെ പകുതി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് ക്യാരറ്റും കുറച്ച് കറിവേപ്പിലയാണ് ആഡ് ചെയ്തെടുക്കുന്നത്. കറിവേപ്പിലയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മല്ലിയില ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാനൊരു പാൻ വെച്ചിട്ട് ഈ ദോശയൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ദോശ ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ ഹൈ ഫ്ലെയിമിലും ദോശ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലായിട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ദോശക്ക്. ഇത് വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യുക. പക്ഷേ എനിക്ക് നെയ്യ് ചേർത്തതാണ് കേട്ടോ ഒന്നുകൂടി ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ നെയ്യ് ചേർക്കാതെ ഒന്ന് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഞാൻ അടുത്തത് ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അതുപോലെ തന്നെ ഓട്സ് കഴിക്കുന്നവർക്കും ഡയറ്റ് ചെയ്യുന്നവർക്കും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.